തിരഞ്ഞെടുത്തത് അല്ലേ? അപ്പൊ അവിടെ പോയി ഊതുക എന്ന് പറയുമ്പോൾ അത് എന്തിനെ കാണിക്കുന്നു? കർത്താവിനെ നാമാകുന്ന ഒരു ചാനൽ ആവശ്യമായിരുന്നു ഭൂമിയിൽ പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൂതന്മാരെ വിട്ടാൽ ഒരു മിനിറ്റ് കൊണ്ട് അവർ ജോലി മുഴുവൻ തീർത്തു തന്നേനെ. പക്ഷെ ഇന്ന് ദൂതന്മാരെയല്ല, നമ്മളെ ഓരോരുത്തരെയാണ് കർത്താവ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഹീസ് ഡിപ്പെൻഡിങ് അപ്പോൺ അസ് അല്ലേ? അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറായ, അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഒരു ചാനലിനെ കർത്താവ് കൊണ്ടുപോയി ഝാൻസിയിൽ കൂടെ പ്രവൃത്തി ചെയ്യുക. ഊതി എന്ന് പറയുമ്പോൾ നമുക്കറിയത്തില്ല അതിൻ്റെ ആത്മീയമായ ആഴം. എന്നാൽ ആ കാർമേഘങ്ങൾ പോകണമെങ്കിൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മസേന, ഈ ലോകത്തിൽ ആ ദുഷ്ടാത്മസേന അത് അഴിഞ്ഞു മാറാതെ നമുക്ക് ആ ദേശത്തിൽ നിന്ന് ആത്മാക്കളെ വിടിവിക്കാൻ പറ്റുകയില്ല. നമുക്ക് ജനത്തിൽ അല്ല നമ്മുടെ പോരാട്ടം ഈ സേനയോടെ. അപ്പം മൂള് ഊതിയപ്പോൾ ആ അന്ധകാരം മാറിപ്പോകുന്ന കണ്ടോ? അന്ധകാരങ്ങൾ നീങ്ങിപ്പോവുകയാണ്. കാറ്റടിച്ചിട്ട് മേഘങ്ങൾ പറന്നു പോകുന്നത് പോലെ യഥാർത്ഥമായി ഞാനൊന്നൊരു വ്യക്തി ഊതിയാൽ അത്ര ഒരു വിൻഡ് ആയി വരത്തില്ല, അത്ര ഒരു കാറ്റ് ശക്തമായിട്ട് പുറപ്പെടത്തില്ല. അപ്പം രാവിലെ എഴുന്നേറ്റ് അതേപ്പറ്റി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഓസ്ട്രേലിയയുടെ മേളിൽ കൂടെ വ്യാപരിച്ചിരിക്കുന്ന ആങ്സൈറ്റി, ഡിപ്രഷന്, മെൻ്റൽ സ്ട്രഗിള്, സൈക്ക് പ്രോബ്ലംസ് ഒക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് ആത്മാവിൽ മനസ്സിലാക്കി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് പറഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളൊരു കൂട്ടമായിട്ട് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവെ, നിൻ്റെ ആത്മശക്തി ഓസ്ട്രേലിയയുടെ മേലെ പകരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ശരിക്കും പറഞ്ഞാൽ പൈതങ്ങളാണ്, അവർക്കൊന്നും അറിയത്തില്ല. എന്നാൽ പ്രാർത്ഥിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ ദർശനങ്ങളും വെളിപ്പാടുകളും കാണുകയാണ്. ഓസ്ട്രേലിയയുടെ മേലെ മഴ മാതിരി ദൈവശക്തി വ്യാപരിക്കുന്നത് അവർ കാണുവാണ്. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ ശക്തി വ്യാപരിക്കുന്നത് ഞങ്ങൾ കണ്ടു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് യഥാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുകയും ഞങ്ങളത് തുടർന്ന് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. പ്രാർത്ഥന കൊണ്ട് ഉണ്ടാകുന്ന ഫലം കാണാനിടയായപ്പോ അപ്പൊ ഓരോ ദേശത്തും ഓരോ ദേശാധിപതിയുടെ ശക്തിയാണ്. ആ ദേശത്തിന്റെ ദേശാധിപതി ഡിപ്രഷനും ഡിജക്ഷനും സെൽഫ് പിറ്റിയും ഈ നിലയിലുള്ള ഒരു പോരാട്ട ശക്തിയാണ് അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ദൈവം ഝാൻസിയെ അഭിഷേകം ചെയ്ത് അതിന്മേൽ ജയമെടുക്കാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ കെട്ടുകൾ പൊട്ടി ദൈവത്തിന്റെ പിന്മാരി അവിടേക്ക് മഞ്ഞുപോലെ ഇറങ്ങി വന്നു. അപ്പൊ അതിന്റെ ഫലം എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു? ആമേൻ. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന്. വളരെ യൗവനക്കാരനായ ഒരു പാസ്റ്ററും തൻ്റെ ഭാര്യയും തൻ്റെ ചർച്ചും കൂടെ സ്ട്രീറ്റ് മിനിസ്ട്രി നടത്തുന്നത് അവരുടെ പേപ്പറിനകത്ത് വലിയ ഇതിൽ അടിച്ചു വന്നു. അത് ഞങ്ങൾ വായിച്ച് സന്തോഷിച്ചു. കാരണം സ്ട്രീറ്റിൽ കൂടെ നടന്ന് അവർ തൊട്ടവരും അവർ പ്രാർത്ഥിച്ചവരും എല്ലാം സൗഖ്യമാകുകയാണ്. ആ വേദനയുള്ളവരുടെ വേദന മാറി, കണ്ണ് കാണാൻ മേലാത്ത ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു പേഴ്സണ് അതിൽ നിന്ന് റിലീഫ് കിട്ടി. അപ്പോൾ ഇത് കണ്ടപ്പം ഞങ്ങൾ യഥാർത്ഥമായി സന്തോഷിച്ചു. ഞങ്ങളോട് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഏത് വിടുതലിൻ്റെയും പുറകിൽ പ്രാർത്ഥന ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അല്ല, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ കരം തന്നെ ലിമിറ്റഡാണ്. ഈസ് ലിമിറ്റഡ് ടു അവർ പ്രേയേഴ്സ്. നമ്മൾ പ്രാർത്ഥിച്ച് ഈ അന്ധകാര ശക്തികളെ അകറ്റുക എന്നുള്ളത് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. എത്രയോ ദൈവമക്കൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, ഐ എം എ ഹൗസ് വൈഫ്, ഞാൻ ഒത്തിരി ബിസിയാണ്, അല്ലെ എനിക്കിങ്ങനെ നിങ്ങൾ പോകുന്ന പോലെ ഒന്നും പോകാൻ സമയമില്ല എന്നൊക്കെ പറയും. പക്ഷേ എവ്രി വൺ ക്യാൻ പ്രേ. നിങ്ങൾക്ക് പകൽ പ്രാർത്ഥിക്കാൻ സമയമില്ലേ? രാത്രി യാമങ്ങൾ സമയം വേർതിരിച്ച് നിങ്ങൾ പ്രാർത്ഥിയില്ലേ? നമ്മളെ കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയും കർത്താവ് വെറുതെ രക്ഷിച്ചിട്ടില്ല. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന റിസൾട്ട് നമ്മൾ കേട്ടല്ലോ. ഒരു നേഴ്സ്, ബിസി ലേഡി, എന്നാൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ വഴി മാറുന്നു. അവിടെയാണ് ദൈവ പ്രവർത്തനം നടക്കുന്നത്.
നിശ്ചയമായി ഈ നാളുകളിൽ നമ്മുടെ സമയങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏത് നിലകളിൽ നമുക്ക് കഴിയും അതിനുവേണ്ടി വേർതിരിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. പറഞ്ഞാട്ട് മോളെ, പിന്നെ ആത്മീയമായ അനുഭവങ്ങൾ ജാൻസി കർത്താവ് അവിടെ എന്തെല്ലാം തന്നു? ദർശനങ്ങൾ ഏറെ കാണിക്കുന്നത് കൊണ്ട് അതിലേക്ക് കർത്താവ് പറഞ്ഞ ചിലപ്പോഴൊക്കെ എൻ്റെ അന്തരാത്മാവിനോട് പറയാറുണ്ട്, നിൻ്റെ ദർശനങ്ങളും ഇൻ്റർപ്രിട്ടേഷൻസും എഴുതിയൊരു ബുക്കിനകത്ത് അതേപ്പറ്റി ചിന്തിക്കണം. ജനത്തിന് ഞാൻ ദർശനങ്ങൾ യോവൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പം ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്തെ യഥാർത്ഥമായിട്ടും ദൈവം ജനത്തിൻ്റെ മേലെ വലിയ വെളിപ്പാടുകളും ദർശനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനത്തിന് ആകുന്നില്ല. കാണുന്നവരൊക്കെയും അതേപ്പറ്റി ഡീപ്പായിട്ട് അറിയാത്തത് കാരണം ചിന്തിക്കുന്നുമില്ല. ഒരുപാട് ദർശനങ്ങളും വെളിപ്പാടുകളും ഉള്ളതായിട്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും കാണുന്നതായിട്ട് ഞാൻ പറയുവാൻ തക്കവണ്ണം അവരിടയാക്കി. സ്വർഗീയമായ ഒരു ദർശനം ഒരിക്കൽ എന്നെ കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉറങ്ങിക്കൊണ്ട് നിന്നപ്പം ഞാൻ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുവാണ്. പെട്ടെന്ന് ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നതായിട്ട് പെട്ടെന്ന് എനിക്ക് ഫീലായി. അവിടെ ചെന്നപ്പോൾ നമ്മൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ പറ്റി, നമ്മുടെ മരണത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടും വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാണൻ വിട്ടവെങ്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന്. നമ്മളത് കേട്ടിട്ട് അതിൻ്റെ ആഴം മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ദർശനം കൊണ്ട് എനിക്ക് മനസ്സിലായത് എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ സ്വർണ്ണ തെരുവീതികളിൽ കൂടെ നമ്മുടെ പഴയ നിയമ പിതാക്കന്മാരൊക്കെയും നമ്മളെ സ്വീകരിക്കേണ്ടതിന് വെള്ള വസ്ത്രധാരികളായി സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കേണ്ടതിന് ഈ വീതികളിൽ നിരന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും 1 by 1 ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്ന ആ സാഹചര്യം നമ്മുടെ ഹൃദയത്തിന് വലിയ സന്തോഷവും സമാധാനവും കൊടുക്കും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ആ സ്വർഗമണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു വലിയ ദാഹം, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത എൻ്റെ സ്വർഗത്തിലെ നസ്രത്തിലെ ദൈവത്തിൻ്റെ അപ്പച്ചനെ കാണാനുള്ള ഒരു ആഗ്രഹം, പിതാവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് വന്നിട്ട് ഞാനിങ്ങനെ അപ്പച്ചന്മാരുടെ എല്ലാം മുഖത്തോട്ട് നോക്കിയിട്ട് പിതാവിനെ തിരയുന്ന ഒരു കണ്ണുകളുമായിട്ട് നോക്കുമ്പോൾ വളരെ നല്ല വസ്ത്രം ധരിച്ച്, ഒരു വലിയ അങ്കി പോലെ ഒരു വസ്ത്രം ധരിച്ച് ദീക്ഷയൊക്കെ ഉള്ള ഒരു അപ്പച്ചൻ ദൂരത്ത് നിന്ന് എന്നെ നോക്കുന്നുണ്ട്. ആ കണ്ണിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു ആകർഷണം പോലെ ഞാൻ ആ അപ്പച്ചൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കണ്ടു. വളരെ സ്പീഡിൽ അപ്പച്ചൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അപ്പച്ചൻ്റെ അകത്തു നിന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നസറത്തിലെ യേശു, അപ്പച്ചൻ്റെ രൂപം പതുക്കെ 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 മാറി വന്നിട്ട് അത് യേശുവായിട്ട് മാറി. ആ യേശുവിൻ്റെ ദേഹത്തോട് നമ്മൾ കയറി നമ്മൾ അതിനകത്തേക്ക് അങ്ങ് ആകർഷിക്കപ്പെടുവാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ യേശുപ്പച്ചനെ കണ്ട് ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് വചനം പറയുമ്പോഴും നമ്മൾ ആ യേശുപ്പച്ചൻ്റെ ഉള്ളത്തിലേക്ക്, അതിനകത്തേക്ക് അങ്ങ് പോവുകയാണ്, ആലയത്തിലേക്ക്. അതൊരു വലിയ ആലയമാണ്. അതിനകത്തേക്ക് നമ്മൾ പോകുന്നതായിട്ട് ഒരു വലിയ സ്വപ്നം, ഒരു വലിയ ദർശനം, വലിയൊരു കാഴ്ചപ്പാട് എന്നെ കണ്ട ഒരു പിതാവിനെ കണ്ടിരിക്കുന്നു. അതിൽ തന്നെ പുത്രനും നിക്ഷിപ്തമായ ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തന്നല്ലോ. അപ്പൊ അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ കർത്താവിനോട് അടുത്ത് ജീവിച്ച് അവന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് ആ ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നത്. ഞാൻ ജെസ്സി ഡൂപ്ലാൻഡിസ് എന്ന് പറഞ്ഞ ദേവദാസിന്റെ അനുഭവം, താനിങ്ങനെ സ്വർഗത്തിൽ പോയപ്പോൾ താൻ പറയായിരുന്നു, പലർക്കും ആ ദൈവസന്നിധി മരിച്ച് അവിടെ പോയി കഴിഞ്ഞവർക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. പലരും വളരെ കഴിഞ്ഞാണ് പിന്നെ അങ്ങോട്ട് മെല്ലെ മെല്ലെ പോകുന്നത്. പക്ഷേ ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തി ജീവിക്കുന്നവർക്കാണ് ഏറ്റവും സ്പീഡായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഇതൊക്കെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ നിലവാരത്തിൻ്റെ ഓരോ പടവുകളാണ് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ഇത് ജാൻസിയെ കർത്താവ് കാണിച്ചിരിക്കുന്ന ഈ അനുഭവങ്ങൾ
ഇതൊന്നും മിഥ്യയല്ല, ഇതെല്ലാം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഈ അനുഭവത്തിലേക്ക് എടുക്കുവാനാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമോ, അവനോടുള്ള സ്നേഹത്തിലും അവൻ്റെ വചനത്തിലും വളരുവാൻ നമ്മളെ തന്നെ അവൈലബിൾ ആക്കി എവിടെ പോയാലും കർത്താവിനെ ഉയർത്തണം, കർത്താവിൻ്റെ വേല ചെയ്യണം, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർ പങ്കുവയ്ക്കണം. ആ ഒരു ആകാംക്ഷയോടും ആഗ്രഹത്തോടും ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവരായി പോകുമ്പോൾ നമ്മളെയാണ് കർത്താവ് അവന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു വാഞ്ച നമുക്ക് വേണം. കർത്താവ് വരുന്നത് ഒരു ശിശുവിനെ കൊണ്ടുപോകാനല്ല, ഒരു മണവാട്ടിയെ കൊണ്ടുപോകാനാണ്. ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന, അതിനുവേണ്ടി ഒരു മെച്യൂരിറ്റിയിൽ എത്തുന്ന ഒരു ദൈവപൈതലിനെയാണ് കർത്താവ് തന്നെ മണവാട്ടിയായിട്ട് കാണുന്നത്. അതുപോലെ മോൾ പറഞ്ഞില്ലേ, ഒരു എല്ലാവരുടെയും ഒരു ഉറപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞാട്ടെ, ജോനായ്ക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം തൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന കണ്ട വിശ്വാസത്തിൻ്റെ ശോധന. 2 വിശ്വാസത്തിൻ്റെ ശോധനകളിൽ ഇത് രണ്ടാമത്തേതാണ്. ഇവന് ജോനയ്ക്ക് സൗഖ്യമായി എന്ന് എൻ്റെ മനസ്സിൽ കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ അതേപ്പറ്റി സാക്ഷ്യം പറഞ്ഞ് നടക്കുന്ന ഒരു കാലയളവിൽ ആലയത്തിലേക്ക് ഞാൻ ജോനയായിട്ട് വന്നു. അവിടെ സന്തോഷത്തോടു കൂടി ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള കൃപ കിട്ടി. ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോന വെളിയിലോട്ട് ഇറങ്ങി. ആ സൈഡിൽ ചെറുതായിരുന്നുകൊണ്ട് കുറച്ചു നേരം എൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. അത് കണ്ടിട്ട് ഞാൻ ആരാധിച്ച് സന്തോഷിച്ച് ഞാൻ മടങ്ങി വന്നപ്പം ജോന വസ്ത്രത്തിലെല്ലാം ബ്ലഡ് പറ്റിയവനായി, മൂക്കിൽ നിന്ന് ഒഴുകുന്ന കുറച്ച് ബ്ലഡ് എനിക്ക് കാണാം. അപ്പോൾ ഞാനിവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതാണ്, ഞാൻ തന്നെ കഴുകി, അമ്മ നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഇടി വെട്ടുന്നത് പോലെ ദുഷ്ടൻ പറയാണ്, നീ കണ്ടില്ലേ, നീ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് നോക്ക, നിൻ്റെ കുഞ്ഞിന് നിൻ്റെ കുഞ്ഞിൻ്റെത് നീ വിശ്വാസത്താടെ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിൽ നീ സംശയിക്കുന്ന, അതായത് ഇത് തിരിച്ചു വന്നോ എന്ന് സംശയിക്കുന്ന ഒരു തലം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പറയുകയാണ്, ഞാൻ വാക്കുമാറുവാൻ മനുഷ്യനല്ല, ഞാൻ ആത്മാവത്രയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ജോനോട് പറഞ്ഞു, ജോന, നീ ചൂടത്ത് വണ്ടിയെ കയറിയിരുന്നത് കൊണ്ട് മോൻ്റെ മൂക്കിലെ ആ ബ്ലഡ് വെസൽസ് പൊട്ടിയതാണ്, അതുകൊണ്ട് മോന് ഇത് പ്രശ്നമൊന്നുമല്ല, മോന് ഇതൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നോക്കെ, ശത്രുവിൻ്റെ തീയമ്പായിരുന്നു ഇപ്പം നിൻ്റെ നേരെ വന്നത്, എന്നാലും നീ അതിനെ വാക്കുകൊണ്ടും നസറത്തിൽ യേശുവിൻ്റെ നാമം കൊണ്ടും നീ ഇപ്പം ജയിച്ചു. ഇങ്ങനെ ജയാളിയായി ജീവിക്കാനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് ദൈവജനത്തെ ദൈവത്തിൻ്റെ നാമത്തിലും അവൻ്റെ വിശ്വാസത്തിലും നിന്നുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽക്കുക. നിങ്ങൾ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വചനം അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എന്നെ അന്ന് പകൽക്കാലം എന്നെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അത് ശത്രുവിൻ്റെ ഒരു സ്വതന്ത്രം, അത് ശത്രുവിൻ്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു, അത് യഥാർത്ഥമായിരുന്നില്ല. അങ്ങനെ ജോന ഞങ്ങളോടുകൂടെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും സന്തോഷമായിരിക്കുകയും ആരോഗ്യമുള്ള ഒരു കുട്ടിയായിട്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വലിയൊരു ടെസ്റ്റിമണിയാണ് എന്ന് പറഞ്ഞാൽ, ഏത് മാതാവും ചഞ്ചലപ്പെട്ട് തകർന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ക്യാൻസർ ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞ് സൗഖ്യമാക്കി ഇന്ന് കുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്കറിയാം, പിന്നീട് ബ്ലഡ് വരുമ്പോൾ നമ്മൾ മാതാവിൻ്റെ ഹൃദയം, പിതാവിൻ്റെ ഒക്കെ ഹൃദയം തകർന്നു പോകും. അതിൻ്റെ മധ്യത്തിൽ ചഞ്ചലപ്പെട്ട് പോയിരുന്നെങ്കിൽ അതിൽ കൂടെ സാത്താൻ അവിടെ മുതലെടുത്തേ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ചഞ്ചലപ്പെട്ട് പോകാതെ, മോനെ, ചൂട് തട്ടി വണ്ടിയെ യാത്ര ചെയ്തുകൊണ്ട് മൂക്കിനകത്ത് നേഴ്സ് വല്ലതും പൊട്ടിയതായിരിക്കും എന്ന് ഉറച്ച് പറയാനുള്ള വിശ്വാസം, അതിനൊരു ചങ്കുറപ്പ്, അതിനൊരു പ്രത്യാശ കൊടുത്ത ആ വാക്കിന്മേലാണ് സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവർത്തിച്ചത്. ശത്രു പിന്നെ വന്നതാ, എവിടെയെങ്കിലും ഒരു ചെറിയ പഴുത് കിട്ടുമോ അവിടെ കയറി പ്രവർത്തിക്കാമെന്ന്. എന്നാൽ വാക്കിന്മേൽ സ്വർഗത്തിലെ ദൈവം അവിടെ ജയമെടുക്കുക ചെയ്തത്. ഇതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന അനേകരെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസാൽ ജയം ഏറ്റെടുത്ത് കഴിഞ്ഞും ഈ സിംറ്റംസുമായിട്ട് പിശാച് കടന്നു വരും. എന്നാൽ ആ സിംറ്റം കണ്ട് നിങ്ങൾ ഇപ്പോൾ അത്
തരണം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നെവർ ബിലീവ് ദ സിംറ്റംസ്, ഇറ്റ് ഈസ് ഫ്രം ദ ഡെവിൾ. കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല വാക്ക് മാറാൻ. ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് കൺഫെഷൻ, അവിടെ ജാൻസിയുടെ ആ പോസിറ്റീവ് കൺഫെഷന്മേലാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സ്ഥിരീകരിക്കപ്പെട്ടത്. നമ്മളൊരു പോസിറ്റീവ് കൺഫെഷൻ ഒന്ന് ഏറ്റു പറയാൻ കർത്താവ് നോക്കിയിരിക്കുക. അത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്കൊരു പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ശൂനേംകാരത്തിയായ സ്ത്രീയെ തൻ്റെ കുഞ്ഞ് മരിച്ച് മടിയിൽ കിടക്കുക, അവിടെ അവൾ അത് ഏറ്റെടുത്തില്ല. അതിനെക്കുറിച്ച് അവൾ വാ പൊളിച്ച് ഒരു വാക്ക് പോലും എൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് അവൾ പറഞ്ഞില്ല. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ശവപ്പെട്ടി വാങ്ങിക്കാൻ ആളെ വിട്ടേനെ. താൻ നേരെ കൊണ്ടുപോയി ദൈവദാസൻ്റെ കട്ടിലേക്കൊണ്ട് മരിച്ച കുഞ്ഞിനെ കിടത്തി. ദൈവസന്നിധിയിലാണ് അവൾ പ്രശ്നം ഇറക്കി വെച്ചത്. അത് കഴിഞ്ഞ് ദേവദാസിനെ തിരക്കി അവൾ യാത്ര പുറപ്പെടുന്നു. ബാല്യക്കാരൻ അവളെ എതിരേറ്റ് ചോദിക്കുകയാണ്, നിൻ്റെ ഭർത്താവും നിൻ്റെ കുഞ്ഞും എല്ലാം സുഖമാണോ? അവൾ പറഞ്ഞത്, എവ്രിതിങ് ഈസ് ഫൈൻ, എൻ്റെ മോൻ സുഖമായിരിക്കുന്നു. അവളുടെ വായിൽ നിന്ന് ആ വാക്ക് പുറപ്പെട്ട മാത്രയിൽ കുഞ്ഞിന് അവിടെ സൗഖ്യം വന്ന് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നാവിൻ്റെ അധീനതയിൽ ജീവനും മരണവും ഇരിക്കുന്നു. നിങ്ങൾ ജീവൻ കൺഫസ് ചെയ്യേ. നിങ്ങൾ രോഗിയാണോ? നിങ്ങൾ പറ, അവിടുത്തെ അടിപ്പള്ളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യഹോവയാണ് എൻ്റെ സൗഖ്യദാതാവ്. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അടിപ്പിടാൻ നമ്മുടെ സൗഖ്യത്തിന് കർത്താവ് നമുക്കിവിടെ ഏറ്റതാണ്. അടിപ്പിടാൻ മുഴുവനും അത് നാം കൺഫസ് ചെയ്യുമെങ്കിൽ, ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ കൂടെ വ്യാപരിക്കുമെങ്കിൽ, നിങ്ങളുടെ രോഗം എത്ര ഗുരുതരമായിക്കൊള്ളട്ടെ, അതിന്മേലെല്ലാം വിടുതൽ തന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കരുത്. എനിക്കെന്ത് സംഭവിക്കുമോ, അങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ, ഞാൻ മരിച്ചു പോകുമോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്, എൻ്റെ